ടി.വി. അൻവറിന്റെ ആരോപണങ്ങളിൽ എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കും സംരക്ഷണം. ഇരുവരും സ്ഥാനങ്ങളിൽ തുടരും. അന്വേഷണത്തിന് ഡി.ജി.പിയുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ച സർക്കാർ ഉത്തരവ്. ടി.വി. അൻവർ ഇന്ന് ഉച്ചയ്ക്ക് 12-ന് മുഖ്യമന്ത്രിയെ കാണും. പത്തനംതിട്ട മുൻ എസ്.പി. സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സഹായം നൽകിയെന്ന ആരോപണത്തിൽ സുജിത് ദാസ് നടത്തിയ സ്വർണ്ണവേട്ടയ്ക്കും അന്വേഷണമുണ്ടാകും. വിവാദങ്ങൾക്കിടെ സുജിത് ദാസ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന വി.എസ്. സുനിൽകുമാർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം. എ.ഡി.ജി.പി. അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് അറിയില്ല. അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് എം.എൽ.എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. നടന്മാരായ സിദ്ദിഖ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളും കോടതിയിൽ. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നത് അമ്മയുടെ ആൺ സുഹൃത്ത്. വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന മൊഴി. അമ്മയെയും ആൺ സുഹൃത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം ഇന്ന്. ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലുമായി മമതാ ബാനർജി മുന്നോട്ട്. കരട് ബില്ല് ഇന്ന് പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ പ്രക്ഷോഭം തുടങ്ങാൻ മമത. സാമ്പത്തിക ക്രമക്കേടിൽ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറസ്റ്റിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ കളിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം ഏരീസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ.